മേക്കിംഗ് ടിപ്സിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഫിനിഷ് പേപ്പറിൽ സെറ്റ് ചെയ്ത ഒരു ഹാങ്ങിങ് ഫ്ലവർ ആണ്. ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് 3 കളേഴ്സിലുള്ള ഫിനിഷ് പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലവേഴ്സിനാണ്. 2 വെറൈറ്റി ഫ്ലവറാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ കമ്പി എടുത്തിട്ടുണ്ട്. ഫ്ലവർ അറേഞ്ച് ചെയ്യാനായിട്ട് ഈ ടൈപ്പിലുള്ള കമ്പിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് ടോയിനുണ്ട്, ഗ്രീൻ ടേപ്പുണ്ട്, പിന്നെ ഒരു മാർക്കർ പെൻ എടുത്തിട്ടുണ്ട്, സിസറുണ്ട്. ഇത്ര സാധനമാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഇതിനകത്തുനിന്ന് ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം. ഫിനിഷ് പേപ്പർ നിവർത്തിട്ട് 4 മടക്കുക. 4 പെറ്റൽസാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത്. ഈ ഇത്രയും വലുപ്പത്തിൽ നിന്ന് ഞാൻ 3 ഫ്ലവറാണ് എടുക്കുന്നത്. ഇതേപോലെ ഒരു ഫ്ലവർ എടുക്കുക. ഫ്ലവറിനുള്ള വലിപ്പം കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ എൻഡ് കൊണ്ടുവരിക. ഈ ഭാഗവും ഇതാണ് ഫ്ലവറായിട്ട് വരുന്നത്. ഇത് നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ഇത് ഇതിൻ്റെ മിഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഈ കമ്പി എടുക്കുക. അറ്റത്തെ പെൻ ഉപയോഗിച്ചൊന്ന് ഷെയ്ഡ് കൊടുക്കുക. നമുക്ക് മാർക്കറും ഹൈലൈറ്ററും നമുക്കിതിനകത്ത് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യുക. ഇതിനുശേഷം ഇതിന് 4 പെറ്റൽസാണ് വരുന്നത്. ഇതൊന്നും ഇരുത്തലായിട്ട് കിട്ടുക. ഇത് മിഡിലായിട്ട് വെച്ചു. നല്ല ടൈറ്റായിട്ട് അങ്ങ് കെട്ടിയെടുക്കുക. ഈ ഫ്ലവർ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് 2 ലീഫ് സെറ്റ് ചെയ്യാം. ഇതിനകത്ത് ചെറിയ ലീഫാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത്രയും പോർഷൻ എടുത്തു. ഇതൊന്നും വേസ്റ്റ് ആക്കണ്ട. നമുക്കിത് നമ്മുടെ പൂവിൻ്റെ സൈഡിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാൻ പൂ സെറ്റ് ചെയ്തു. ഇതൊന്ന് പെറ്റൽസ് ഒന്ന് വിടർത്തി കൊടുക്കുക.
ഗ്രീൻ ടേപ്പ് ചുറ്റി ഇതേപോലെ ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന് ലീഫ് കൊടുക്കുക. ഇതേപോലെ ഫ്ലവർ സെറ്റ് ചെയ്യുക. ഇത് ഞാൻ ഡബിൾ കളറാണ് ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓറഞ്ച് കളർ കൂടെ ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലവറിനെ നമ്മളൊരു കമ്പിയിൽ സെറ്റ് ചെയ്യുക. അത് ഞാൻ ഈ ചെറിയ കമ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഫ്ലവർ സെറ്റ് ചെയ്തതിന് ശേഷം നീളമുള്ള ഒരു കമ്പിയിൽ ഒരു ഫ്ലവർ ചെയ്യുക. വീണ്ടും ഇതിൽ അറ്റാച്ച് ചെയ്ത് വരിക. ഇനി ഞാൻ ആ കട്ടിയുള്ള കമ്പി എടുത്ത് ഇതിലൊന്ന് സെറ്റ് ചെയ്യുവാണ്. ഇത്രയും പോർഷൻ താഴോട്ട് കിടക്കണം. ബാക്കി ഇതിലൊരു ഫ്ലവർ കൂടെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ഫ്ലവർ ഏകദേശം ഇതേ മോഡലിൽ വന്നു. ഇത് ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ബൗളിനകത്ത് ഒയാസിസ് ഞാൻ ഫില്ല് ചെയ്തു. ഈ കമ്പി വളയ്ക്കുക. കമ്പി വളച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഈ ഫ്ലവറിലേക്ക് സെറ്റ് ചെയ്തിട്ടു. എന്നിട്ടത് ഈ കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് മേളിലോട്ടും പൊങ്ങി നിൽക്കണം. ഇതിൽ നമുക്ക് മേളിലോട്ട് കുറേ നമുക്ക് ആഡ് ചെയ്ത് വരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റിലും നമുക്ക് ഹാങ് ചെയ്തിടാം. ഇന്നത്തെ എൻ്റെ ഈ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.